ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് എൻ്റെ കയ്യിലുള്ള ചൈന ഡോൾ പ്ലാന്റ്സിനെ കാണാം. നല്ല തിളങ്ങുന്ന പച്ച കളറിലുള്ള പ്ലാസ്റ്റിക് പോലുള്ള ഇലകളാണ് ഇതിൻ്റെ പ്രത്യേകത. ഏത് ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ഇടയിലും ഇതിൻ്റെ ഒരു ഭംഗി നമ്മളെ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ളതാണ്. കെയറിങ്ങും വളരെ ഈസിയാണ്. പക്ഷെ ഞാനിത് എൻ്റെ ചൈന ഡോളല്ല, ഞാനതിൽ ഇൻഡോർ ആയിട്ടല്ല വെച്ചിരിക്കുന്നത്. അതൊരു ഷെയ്ഡ് കിട്ടുന്ന ഒരു ഏരിയ നോക്കി ഞാൻ ഇത് മുറ്റത്ത് തന്നെ വെച്ചിരിക്കുന്നത്. എൻ്റെ ഗാർഡനിലുള്ള ഈ ചെറിയ 5 പില്ലറിൻ്റെ മുകളിലാണ് ക്ലേ പോട്ടിൽ ഞാനിത് വെച്ചിട്ടുള്ളത്. ഇതിൽ 2 എണ്ണം സ്റ്റെം കട്ട് ചെയ്തിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇത് സ്റ്റെം കട്ട് ചെയ്ത് നമുക്ക് പെട്ടെന്ന് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് ഇതിനെ റൂട്ട് പിടിപ്പിച്ചെടുക്കാൻ പെട്ടെന്ന് പറ്റും. നമുക്ക് അതിൻ്റെ റൂട്ട് പിടിപ്പിച്ചെടുക്കുന്ന ഒരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യാം. അന്നത് ചെയ്തപ്പോൾ നമുക്കൊന്നും യൂട്യൂബ് ചാനലൊന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് ഞാനത് സ്റ്റെം കട്ട് ചെയ്ത് പിടിപ്പിച്ചത്. ഇത് ഞാൻ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള പ്ലാന്റ് ബോക്സിൻ്റെ ഉള്ളിൽ തന്നെയാണ്. ഇത് നമ്മൾ ഡയറക്റ്റ് മണ്ണിലാണ് വെച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഗ്രോത്ത് ഉണ്ട്. ഇതുമെന്ന് ഞാൻ കട്ടിങ്സ് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് വെട്ടിയെടുത്തപ്പോൾ നല്ല ബുഷിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല തളിരിലകളും വരുമ്പോൾ കൂടുതൽ ഭംഗിയാണ് ഇതിൻ്റെ കളർ കാണാൻ. അരേലിയയുടെ ബോർഡറിൻ്റെ ഉള്ളിൽ തന്നെയാണ് നമ്മളത് വെച്ചിട്ടുള്ളത്. ബേബി ഡോളിന് എമറാൾഡ് ട്രീ എന്നും പേരുണ്ട്. ചൈനയിൽ നിന്ന് വരുന്ന പോർസിലിൻ ഡോൾസിനെ കമ്പയർ ചെയ്തിട്ടാണ് ഇതിന് ഈ ചൈന ഡോൾ എന്നുള്ള പേരും കൂടി വന്നത്. നമുക്ക് ഈസി ആയിട്ട് പറയാൻ ചൈന ഡോൾ എന്ന് തന്നെയാണ് എല്ലാ നഴ്സറികളിലും ഇതിൻ്റെ പേര് അറിയപ്പെടുന്നത്. ജനറലി ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് എല്ലാവരും പ്രിഫർ ചെയ്യുന്ന പ്ലാന്റാണ്. ഇതിന് കുറച്ച് കാരണങ്ങൾ, മെയിൻ കാരണം ഇതിൻ്റെ ഈസി കെയറിങ് തന്നെയാണ്. പിന്നെ ഇത് എവിടെ വെച്ചാലും ഇതിൻ്റെ ഭംഗി പെട്ടെന്ന് അട്രാക്റ്റീവാണ്. വീടിൻ്റെ ഉള്ളിൽ ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഏത് ഭാഗത്ത് വെച്ചാലും നല്ലൊരു ഗ്രീനറി വീടിൻ്റെ ഉള്ളിൽ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി തരുന്നൊരു പ്ലാന്റാണ്. പിന്നെ ഇത് പ്രൂൺ ചെയ്യാനുള്ളതാണ്. നമുക്ക് ഏറ്റവും ഈസി, ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കിത് പ്രൂൺ ചെയ്തെടുക്കാൻ പറ്റും. അത്യാവശ്യം ഇൻഡയറക്റ്റ് ലൈറ്റും പിന്നെ നല്ല മോയ്സ്ചറൈസ് ആയിട്ടുള്ള മണ്ണും കൂടി ഉണ്ടെങ്കിൽ ഇതിൻ്റെ വളർച്ചയ്ക്ക് പിന്നെ നമ്മളൊന്നും ചെയ്യണ്ട. എയർ പ്യൂരിഫിക്കേഷൻ ക്വാളിറ്റി ഇതിന് വേണ്ടുവോളം ഉണ്ട്. എപ്പോഴും ഫ്രഷ് എയർ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്കിത് നഴ്സറിയിൽ നിന്ന് വാങ്ങുമ്പോൾ ചെറിയ പോളിത്തീൻ കവറിലായിരിക്കും ഇത് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു സൈസിലുള്ള ക്ലേ പോട്ടാണ് ഏറ്റവും നല്ലത്. ക്ലേ പോട്ടിൽ വെക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് അതിൻ്റെ ഗ്രോത്ത് വരും. വലിയ പോട്ടുകളിൽ വയ്ക്കുമ്പോൾ അതിൻ്റെ റൂട്ടുകൾ താഴെ എത്താൻ കുറേ സമയം പിടിക്കും. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ ഗ്രോത്ത് ഡിലേ ആവാൻ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ ആകെയുള്ളൊരു പ്രശ്നം അതിൻ്റെ റൂട്ട് ഡാമേജ് ആയിട്ട് റൂട്ട് ചീഞ്ഞു പോകുക എന്നുള്ളതാണ് ഒരു പ്രശ്നം. അതിന് നമ്മൾ ക്ലേ പോട്ടുകളിലാണെങ്കിൽ പെട്ടെന്ന് ആ ഈർപ്പം പുറത്തേക്ക് വേഗം പോകാനുള്ള കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് ഏറ്റവും നല്ലത് ക്ലേ പോട്ടുകൾ തന്നെയാണ്. ഞാനിത് ഇവിടെ വെച്ചിട്ടുള്ളത് ഡയറക്റ്റ് മണ്ണിലാണ്. അതിൻ്റെ നല്ലൊരു ഗ്രോത്തും നല്ല കളറും അതിന് വന്നിട്ടുണ്ട്. പലരും ചോദിക്കുന്നുണ്ട് ചൈന ഡോൾ പ്ലാന്റ് പൂവിടുമെന്ന് ചോദിക്കുന്നുണ്ട്. ശരിക്കും അതൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണോ എന്നുള്ളത് എനിക്കും അറിയില്ല. ഇത്രയും ഭംഗിയുള്ള ലീഫുള്ള ഈ ചെടി, ഇത്രയും ഭംഗിയിൽ ഈ ലീഫുകളൊക്കെ ഉള്ള ഈ പ്ലാന്റിന് ശരിക്കും ഒരു ഫ്ലവറിൻ്റെ ആവശ്യമില്ല. പിന്നെ നമ്മളിത് വെക്കുന്നത് തന്നെ ഓരോ പോട്ടിൻ്റെ അകത്ത് ഇത് വെക്കുമ്പോൾ ഇതിൻ്റെ വളർച്ചയ്ക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ടാവും. അത്രയും കപ്പാസിറ്റി അതിന് വരുള്ളൂ. അപ്പോൾ ശരിക്കും ഇത് ഫ്ലവർ ചെയ്യണമെങ്കിൽ അത്രയും മെച്ചുവേർഡായാൽ മാത്രമായിരിക്കും അത് ഫ്ലവർ ചെയ്യുക. ഞാനത് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ കൂടിയാണ് അതൊരെണ്ണം 2 ഞാൻ ഡയറക്റ്റ് മണ്ണിൽ വെച്ചിട്ടുള്ളത്. ശരിക്കും ഇതൊക്കെ ഫ്ലവർ ചെയ്യണമെങ്കിൽ തന്നെ നമ്മൾ അതിരിക്കുന്ന സോയിൽ നല്ലോണം ഡ്രൈ ആക്കി അതിന് സ്ട്രെസ് കൊടുത്താലൊക്കെ ആയിരിക്കും
അത് പൂക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുള്ളൂ. പക്ഷെ അത് ഇത്രയും കഷ്ടപ്പെടുത്തിയിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാവണം എന്നുള്ള നിർബന്ധം വേണ്ട. അങ്ങനെ ചൈന ഡോളിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ കഴിഞ്ഞു. എനിക്കറിയാവുന്നതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം. ബൈ. ഇനിയും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക്, ഷെയർ, കമൻറ്റ് എല്ലാം ചെയ്യുക. ബെല്ലൈക്കൺ ചെയ്താലേ ഇനി ഞാൻ ഇടുന്ന ഇതുപോലുള്ള വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.